നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യദു തന്നോട് അപമര്യാദയായി പെരുമാറി എന്നാരോപിച്ചുകൊണ്ട് നടി റോഷ്ന ആൻഡ് റോയിയുടെ ഒരു പരാതി ഉണ്ടായിരുന്നു. റോഷ്ന ആൻഡ് റോയിയുടെ ആക്ഷേപത്തിനെതിരെ കേസ് എടുക്കുമെന്ന മേയർ വിവാദത്തിൽ ഉൾപ്പെട്ട ഡ്രൈവറായ യദു കൃഷ്ണൻ പറയുകയാണ്. എനിക്ക് ഇത്തരമൊരു സംഭവം ഓർമ്മയേയില്ല. അവർ പറയുന്ന ദിവസം അതുവഴി വാഹനവുമായി പോയിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അത് പരിശോധിച്ചാലേ മനസ്സിലാകൂ. ഫേസ്ബുക്കിലൂടെയാണ് റോഷ്ന എന്ന നടി വെളിപ്പെടുത്തൽ നടത്തിയത്. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴി കാറിലുണ്ടായിരുന്ന തന്നോട് KSRTC ഡ്രൈവർ ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണന പോലും ഇല്ലാതെ മോശമായി പെരുമാറി എന്നാണ് റോഷ്ന ഫേസ്ബുക്കിൽ കുറിച്ചത്. സംഭവം നടന്നപ്പോൾ ഫോണിലെടുത്ത ബസിന്റെ തന്നെ പേരിൽ ഒരു ചിത്രം സഹിതമാണ് റോഷ്ന ഫേസ്ബുക്ക് കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകുമെന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ പോസ്റ്റ് ഇടുന്നത് എന്നും നടി പറയുകയാണ്. ഈ പോസ്റ്റ് വ്യാപകമായി പ്രചരിച്ചതോടെ ഈ നടി ആരെന്നറിയാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു വരികയാണ്. പക്ഷെ അപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഒരുപാട് കമന്റുകളായൊക്കെ തന്നെ നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ നെഗറ്റീവായ രീതിയിലെ കാര്യങ്ങൾ മാറുന്നു. റോഷനെ ഈ റോഷന എന്ന ഈ നടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തുകയാണ്. അല്ലെങ്കിൽ ചില കമന്റുകൾ നോക്കുകയാണെങ്കിൽ അഭിനയം ഒത്തില്ല, അതാണ് സിനിമയിൽ നിറഞ്ഞു നിൽക്കാത്തത്, ഇതൊരു നടിയാണെന്നും എല്ലാവരും ഇപ്പോഴാണ് അറിഞ്ഞത്, അടുത്തത് മറ്റാരെങ്കിലും ഇറക്കും, കൂടി വന്നാൽ സരിതയും ഇറക്കാൻ ഇവർ മടിക്കില്ല, ഹിന്ദി നടിയാണെന്ന് തോന്നുന്നു, ഹോളിവുഡിൽ തിരക്കുള്ളത് കൊണ്ട് അന്ന് പരാതി കൊടുത്തില്ല. അല്ല, തൃശൂർ തിരുവനന്തപുരം റൂട്ടിലോടുന്ന ബസിന്റെ ഡ്രൈവർ എങ്ങനെ കുന്നംകുളത്തെത്തി? മാത്രമല്ല, ഡ്രൈവർ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി എടുത്താൽ പിന്നെ വഴിയിൽ വണ്ടി നിർത്താൻ അനുവാദമില്ല എന്ന ഇവർക്ക് അറിയില്ലേ? കഷ്ടം എന്നും പറയുന്നുണ്ട്. കുന്നംകുളം റോഷനിയുടെ പേരിൽ കേസ് കൊടുക്കണം യദു എന്ന് പറയുകയാണ് മറ്റു ചിലർ. അങ്ങനെ 5 പൈസയും മാനം കളയാതെ റോഷ്ന ചേച്ചി പ്രശസ്തി നേടി. ചിത്രം പകർത്തി, പക്ഷെ നമ്പർ ബൈക്കിന്റേതാണ്. ഇത് ഏതാ ഒരു പുതിയ നുണച്ചി എന്ന് ചോദിക്കുന്നവരുണ്ട്. ആര്യ ഉണർന്ന റോഷ്നി ഓണത്തിനിടയിൽ ഈ പുട്ടുകച്ചവടം നടത്തുകയാണ് എന്നും പറയുന്നു. സിനിമാ നടി ഹോം കഷ്ടം, ശാരദയോ ഷീലയോ ഒക്കെ ആയിരുന്നു എങ്കിലോ എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ചില കമന്റുകൾ. ഈ നടിയെ ഒരു ഓപ്പൺ ചാനൽ ചർച്ചയിൽ കൊണ്ടുവരണമെന്നും ചിലർ പറയുന്നു. വനിതാ കമ്മീഷൻ മെമ്പറുമാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അതായിരിക്കും ഇപ്പോൾ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലെന്ന്. പുതിയ കഥകൾ വരുന്നു. കാരണം പാർട്ടി ഏത് ആളുകളെയും കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. CPMന്റെ വെടിപ്പുരയിലെ ഐറ്റങ്ങൾ പ്രബുദ്ധർ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നും പറയുന്നുണ്ട്. അല്ല, തിരുവനന്തപുരം തൃശൂർ റൂട്ടിലോടുന്ന വണ്ടി എങ്ങനെ കുന്നംകുളത്തെത്തിയെന്ന KSRTC വിശദീകരണം വേണ്ടേ എന്നുള്ള ചോദ്യം ഉയരുകയാണ്. എന്തായാലും നിലവിൽ വലിയ രീതിയിലുള്ള മോശം കമന്റുകളൊക്കെ തന്നെ ഈ നടിക്കെതിരെ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടിയെ പിന്തുണച്ചുകൊണ്ടും അല്ലാതെയും ഒക്കെ തന്നെ നിരവധി പേരാണ് രംഗത്തെത്തിയത്. അത് പല രീതിയിലാണ് ഇതിനൊരു തെറ്റിദ്ധാരണയാണോ അല്ലെങ്കിൽ മോശമായ ഒരു കുക്കപ്പ് സ്റ്റോറിയാണോ ഇതെന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. എന്നാലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലൊരു പൊങ്കാല തന്നെ ഇടുന്നു എന്ന് വേണം നമുക്ക് പറയാൻ.